അമ്മേ നാരായണ ദേവി നാരായണ. അമ്പലക്കാവും കുളിർത്തെന്നലും ഗായത്രി മന്ത്രം പാടിയുണർത്തുന്ന കടലായി മഠത്തിലമ്മ. മാമലകളും മലയാള പൈതൃകവും വയലേലകളും ഒന്നിച്ചു വാഴുന്ന മാറനാട് എന്ന മനോഹര ഗ്രാമം. അരുവികളും കാവുകളും ഹരിതാഭമാക്കുന്ന മണ്ണിൽ അനുപമ ദേവി ചൈതന്യം കുടിയിരിക്കുന്ന മണ്ണ് ഇത്. മാറനാട് ഗ്രാമത്തിന്റെ ജീവചൈതന്യം കുടിയിരിക്കുന്ന ശ്രീ കടലായി മഠം ദേവീ ക്ഷേത്രം. ജന്മപാപങ്ങൾ എരിഞ്ഞു തീരാനായി നാരികൾ വിളക്കുവയ്ക്കും. ദേവിക്കായി നാരങ്ങ വിളക്കു തെളിക്കും. അനുപമ സത്യ ചൈതന്യവും അനുഭവ വിശ്വാസ സത്യങ്ങളും അമ്മയ്ക്ക് നിറദീപങ്ങൾ കൊണ്ട് ആരതിയൊഴിയുന്ന മണ്ണിൽ ഇതാ ഒരുങ്ങുകയായി അമ്മയുടെ തിരുമുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടികളുടെ ആത്മസമർപ്പണം. അതെ, കലയും കലാചാരുതയും നെഞ്ചോട് ചേർത്ത ഓണാട്ടുകരയുടെ വിരിമാറിൽ നിന്നും പുണ്യപുരാതനവും പൂർവകാല പ്രൗഢിയും ശതസൂര്യപ്രഭയുമായി നിലകൊള്ളുന്ന കടലായി മഠം അമ്മയ്ക്ക് ദേവി ആർട്സിന്റെ ആത്മസമർപ്പണം ഇത്. പ്രപഞ്ചനാഥനായ ശ്രീ മഹാദേവരുടെ ദക്ഷിണ ഭാഗത്തു നിന്നും ജന്മമെടുത്ത കശ്യപ മഹർഷിക്ക് കാമധേനുവിലുണ്ടായ വീരപുത്രൻ, ഭൂതഗണങ്ങളെ കാവൽ നിർത്തുന്ന ശ്രീ മഹാദേവന്റെ കാവലാൽ ശ്രീ മഹാദേവന്റെ ഋഷഭവാഹനം ഇത്. കടലായി മഠത്തിൽ അമ്മയുടെ സുരഭി പുത്രന്മാർ, കടലായി മഠം നന്ദികേശ്വന്മാർ. വരികയാണ് കാലം കൈകൂപ്പി നിൽക്കുന്ന കരുത്തും കമനീയതയുമായി ഓണാട്ടുകരയുടെ രാജശില്പി സ്വർഗീയനായ ശ്രീ ചുനക്കര രാജൻ സാറിന്റെ കരവിരുതിൽ ഓണാട്ടുകരയുടെ യുവശില്പി പ്രജിത് ശിവപ്രസാദും ചേർന്ന് അണിയിച്ചൊരുക്കിയ ഋഷഭവീരൻ വരികയാണ്. നിലയ്ക്കാത്ത ദേവീ ഭക്തിയാൽ ദേവി ആർട്സ് ഒരുക്കി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വീരാധിവീരൻ. ഓണാട്ടുകരയുടെ വീരഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിലെ ആവേശ വിസ്മയമാകുവാൻ പിറവി കൊണ്ടവൻ. അതെ, ക്ഷേത്രമുറ്റങ്ങളെ വീണ്ടും തന്റെ അഴകിൽ ആറാടിക്കുവാൻ വരികയാണ് ഋഷഭവീരന്മാർ. കടലായി മഠത്തിൽ വാഴുന്ന കൈവല്യമൂർത്തിയായ അമ്മയുടെ മണ്ണിൽ നിന്നും ഏഴാഴിയും കടന്ന് കീർത്തിയേറാനിതാ എഴുന്നള്ളി വരുന്നു കടലായി മഠത്തിൽ അമ്മയുടെ സുരഭി പുത്രന്മാർ, കടലായി മഠം നന്ദികേശ്വന്മാർ. അതെ, വീരപാണ്ഡവ ശൈലിയിൽ പ്രണവപ്പട്ടവും ഗോപികപ്പട്ടവും ഉഷ്ണിഷ്ടപട്ടവും ചൂടി കുതിരച്ചുട്ടിയും ചെമ്പോട്ടയും തനിക്ക് അലങ്കാരങ്ങളാക്കി ഇരുകൊമ്പുകളിലും മണിനാഗങ്ങളും മുത്തുപട്ടവും അരിവാൾ കതിരുമണിഞ്ഞ് രൗദ്രഭാവകനായ ത്രയംബകന്റെ വരവ്. കാമനെ ചുട്ട കണ്ണുമായി, കലിപൂണ്ട് ഭദ്രകാളിയെ ജ്വനിപ്പിച്ച തൃക്കണ്ണുമായി കൈലാസ പർവ്വതമുകളിൽ വസിക്കുന്ന പരമേശ്വരന്റെ പൊന്നുപുത്രന്മാർ വരികയാണ്. കടലായി മഠത്തിൽ അമ്മയുടെ സുരഭി പുത്രന്മാർ, കടലായി മഠം നന്ദികേശ്വന്മാർ. കടലായി മഠത്തിലമ്മ കളിയാടും ദേവിയമ്മ കനിവോടെ കാത്തരുളു ഞങ്ങളെ. ഭരണി തിരുനാളിലിന്ന് ശരണത്തിരമാല പോലെ അലിവോടെ വന്നിടണേ അംബികേ. അതെ, ആർത്തിരമ്പുന്ന ജനസാഗരത്തിനു നടുവിൽ ആഘോഷത്തിന്റെ മാറ്റൊലി തീർത്തുകൊണ്ടിതാ കടന്നു വരുന്നു ദേവി ആർട്സ് ഒരുക്കിയ ഋഷഭ വിസ്മയം. ശില്പചാരുത എന്തെന്ന് കാണിക്കുന്ന പ്രൗഢിയുള്ള ശിരസുകൾ, വടുവത്ത പൊന്നുടൽ, 1000 മണികൾ നാദം തീർക്കുന്ന കന്ധരം, തങ്കത്താൽ ആലങ്കൃതമാക്കിയ നെറ്റിപ്പട്ടവും ജീവതയും ചൂടി സർവാഭരണ വിഭൂഷിതരായി വരികയാണവർ.
കാണികളിൽ അത്ഭുതവും ആവേശവും തീർത്തുകൊണ്ട് ആറാടിച്ച ക്ഷേത്രങ്ങളിൽ കാണികളെ ആനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിതാ കടന്നു വരികയാണവർ. ഗിരിശൃംഖങ്ങളെ കാവലാകിയാലും വെൺമേഘങ്ങളെ താരപ്രഭ ചൊരിഞ്ഞാലും നാഗഭൂഷിതനായ നീലകണ്ഠന്റെ ആരോമൽ പുത്രന്മാരെ അരിയിട്ട് വാഴിക്കുവാൻ ആനന്ദമാനസങ്ങളെ വന്നു ചേർന്നാലും ദാ കടഞ്ഞെടുത്തഴുകുമായി അവർ വരുന്നു. കടലായി മഠത്തിൽ അമ്മയുടെ സുരഭി പുത്രന്മാർ, കടലായി മഠം നന്ദികേശന്മാർ. ഈ വരവ് കാണുവാൻ, ഈ വരവിനാരവം മുഴക്കുവാൻ ഓരോ ഭക്ത മനസ്സിനും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. തിരുനാളിലിന്നു ശരണത്തിരമാല പോലെ അലിവോടെ വന്നിടണേ അംബികേ. ഒരു വലത്തിനായി അമ്മ വരുന്നിത ഓരോരോ നെഞ്ചകത്തും തോരാതെ അമ്മതൻ സ്നേഹം നിറഞ്ഞു പെയ്യുന്നു.